ഓഗസ്റ്റ് 2025 തിങ്കൾ. പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത്: രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ ആശയക്കുഴപ്പം, ഭീതി ഉപതെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പ്രശ്നമല്ല, അത് തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല. രാജി ഉണ്ടാവും, MLA സ്ഥാനം മിക്കവാറും രാജിവെക്കുന്നുണ്ടാവില്ല കേട്ടോ, അതായിരിക്കുക. ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ട് രാഹുൽ, മറ്റു ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തള്ളാനാവില്ലെന്ന് കോൺഗ്രസിന്റെ നിയമോപദേശം. രാജി മാത്രം പോകുമ്പോഴെന്ന് മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും. പിന്നെ രാജ്യതലസ്ഥാനത്ത് പുതിയ മേൽവിലാസവുമായി ലീഗ് ഡൽഹിയിലൊരു പുതിയ ഒരു മന്ദിരം പണിതിട്ടുണ്ട് കേട്ടോ. ആകാശ കവചം തീർത്ത് ഇന്ത്യ. തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണ വിജയം. ഡ്രോൺ മുതൽ മിസൈൽ വരെയുള്ളവയെ ചെറുക്കും. പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ നീതി കാത്ത് ജീവപര്യന്തം. ജില്ലാ കോടതികളിലും അതിന് താഴെയുമായി തീർപ്പാക്കാതെ 18.5 ലക്ഷം കേസുകൾ. ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് 2.5 ലക്ഷം കേസുകൾ. ശിക്ഷ വൈകുന്നു, കുറ്റം ആവർത്തിക്കുന്നു. എന്താ പറയാ, കേസിന് തീർപ്പാക്കാൻ സമയം കിട്ടുന്നില്ല. 13 വയസ്സുകാരന് നേരെ ലൈംഗിക അതിക്രമണം. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റ്. പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിയെ മോചിപ്പിച്ച് DYFI പ്രവർത്തകർ. മ്യൂസിക് ഒക്കെ ഇട്ടിരിക്കുന്ന വരുന്നു. സ്വാശ്രയ സംഘങ്ങൾക്കായി പ്രത്യേക ക്രെഡിറ്റ് സ്കോർ. US പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ വിപണി. രാഹുലിന്റെ രാജി നിലപാട് കടുപ്പിച്ച് നേതാക്കൾ. മുതിർന്ന നേതാക്കൾക്കൊക്കെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള രീതിയിലാട്ടോ. പക്ഷെ ആവേശമായി മാറിയാൽ പ്രശ്നമാവും. പെട്ടെന്ന് തന്നെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ജയിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഗാസ സിറ്റിയിൽ കനത്ത ബോംബിംഗ്, 63 മരണം. യമനിൽ ബോംബിട്ട് ഇസ്രായേൽ. റഷ്യൻ ആണവ നിലയത്തിൽ യുക്രൈന്റെ ആക്രമണം. മെഡിസെപ്പ് തിരുത്തൽ സെപ്റ്റംബർ 10 പേര് നീക്കാനും പുതിയതായി ഉൾപ്പെടുത്താനും അപേക്ഷ നൽകണം. ഇറങ്ങി പൂജാര. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ചേതേശ്വർ പൂജാര നല്ലൊരു ബാറ്റ്സ്മാൻ ആയിരുന്നു. ഒരു രാഹുലിനൊക്കെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ അങ്ങ് സ്ട്രോങ് ആയി നിന്നോളുമായിരുന്നു അവിടെ. പിന്നെ KCL-ലും സഞ്ജു സാംസൺ KCL-ലെ കന്നി സെഞ്ചുറി 121. കൊല്ലത്തിനെതിരെ കൊച്ചിക്ക് 4 വിക്കറ്റ് ജയം. ലോങ് ജമ്പ് താരം ശ്രീശങ്കറിന് സീസണിൽ 5ാം സ്വർണം. ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ തമിഴ്നാട് ചാമ്പ്യന്മാർ, കേരളം 4ാമത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.